എടുപ്പിന്റെ അന്ന് ഇജ്ജ് മാത്രം എന്തുകൊണ്ട് വീഡിയോ ചെയ്തു? ഇജ്ജ് മാത്രം എന്നല്ലല്ലോ വീഡിയോ ചെയ്തിട്ടുണ്ട്, വേറെയും ഒരുപാട് ആൾക്കാർ വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മളെ കേൽബ്രോ ബിജു ചെയ്തിട്ടുണ്ട്, അതേപോലെ മുകേഷ് നായർ ചെയ്തിട്ടുണ്ട്, പിന്നെ എൻ്റെ തന്നെ കുറെ സുഹൃത്തുക്കൾ ചെയ്തിട്ടുണ്ട്, പിന്നെ ഞാൻ അറിയാത്ത ഒരുപാട് ടീം ഈ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ആസർക്കാർ എന്തായാലും ആസർക്കാങ്ങൾ ഓലൊക്കെ വിളിക്കുന്നത് ഇജ്ജ് തുടക്കം മുതൽ അവസാനം വരെ എൻ്റെ ഉണ്ടല്ലോ. അപ്പൊ ഞാൻ ഒക്കെപ്പാട് വിളിച്ചു കഴിഞ്ഞാൽ അവർക്കൊക്കെ അൻ്റെയിലേറെ കൂടുതൽ പൈസ ഞാൻ കൊടുക്കേണ്ടി വരും. ഞാനൊരു നിശ്ചിത എമൗണ്ട് ഞാൻ പറഞ്ഞിരുന്നത് ഞാൻ പൈസ വാങ്ങിയിട്ടുണ്ട്. നമസ്കാരം. ഇനി 5-6 ദിവസത്തേക്ക് ഇതുപോലുള്ള പല ന്യായീകരണങ്ങളും നമുക്ക് കേൾക്കേണ്ടി വരും. ന്യായീകരിച്ചങ്ങ് മെഴുകുവാണ്. കാരണം ഇയാൾക്കറിയാം ഇതൊരു കേസായി കഴിഞ്ഞാൽ ഇയാൾക്കായിരിക്കും പണി കിട്ടാൻ പോകുന്നത്. നല്ല പണി കിട്ടും. കാരണം ഇതുപോലുള്ള ലക്കി ഡ്രോ ഒന്നും ലീഗലി വാലിഡ് അല്ല. കാരണം ലീഗലി വാലിഡ് അല്ലാത്ത ഒരു കാര്യം ചെയ്ത് അതിനകത്തുനിന്ന് ജനങ്ങളെ പറ്റിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നല്ല ഒന്നാന്തരം പണി കിട്ടും. ഇവൻ ഏത് കൊമ്പത്തെ ഇൻഫ്ലുവൻസർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും യൂട്യൂബർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും വൺസ് ഒരു പണി കിട്ടിക്കഴിഞ്ഞാൽ കിട്ടിയതാണ്. അമ്മാതിരി പരിപാടിയാണ് കാണിച്ചു വെച്ചേക്കുന്നത്. കുറെ നന്മയോളികൾ എന്തായാലും പറ്റിക്കപ്പെട്ടു. നന്മയോളികൾ എന്ന് ഞാൻ പറഞ്ഞത് നന്മ കൂടിപ്പോയതിന്റെ കുഴപ്പമാണ്. നമുക്ക് നന്മയൊക്കെ ആകാം, മറ്റുള്ളവരെ സഹായിക്കണം എന്നൊക്കെയുള്ള മൈൻഡ് സെറ്റ് ഒക്കെ നമുക്ക് വേണം. പക്ഷേ ആ നന്മ നമ്മളുടെ ജഡ്ജ്മെന്റിനെ മറയ്ക്കാൻ പാടില്ല. നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്യുവാണ്, ഒരു കാര്യത്തിലേക്ക് നമ്മൾ പൈസ ഇടുകയാണ്. പൈസ ഇടുന്നതിന് മുമ്പ് കുറച്ചൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, ചിന്തിച്ചിട്ട് മാത്രം പൈസ ഇടുക. നാസർ എന്ന് പറയുന്ന ഒരു വിദേശ മലയാളി, അയാൾ ഒരു പ്രവാസിയായിരുന്നു. അയാൾ ആദ്യം നല്ല കോടീശ്വരനായിരുന്നു, പണക്കാരനായിരുന്നു. അതിനുശേഷം അയാൾ കടം കയറി എല്ലാം മുടിഞ്ഞു. അതുകൊണ്ട് വീടൊക്കെ വിറ്റേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അയാൾ ഒരു ലക്കി ഡ്രോ വെക്കുന്നു. ഇങ്ങനെ വെച്ചപ്പോഴേക്കും നാസർ എന്ന് പറയുന്ന വ്യക്തിയെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ച നന്മയോളികൾക്കാണ് പണി കിട്ടിയത്. അപ്പോൾ കുറച്ചൊക്കെ ഒരു മര്യാദ കാണിക്കുക, കുറച്ചൊക്കെ ഒന്ന് ചിന്തിക്കുക. നമ്മുടെ കയ്യിലിരിക്കുന്ന പൈസയാണ്, അതിന് കുറച്ചൊരു വാല്യൂ കൊടുക്കുക. നമ്മൾ സമ്പാദിച്ചതല്ലേ, കഷ്ടപ്പെട്ട് സമ്പാദിച്ചതല്ലേ. വെറുതെ കിട്ടിയതാണെന്നുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾ കൊണ്ട് കളഞ്ഞു. വെറുതെ കിട്ടാത്ത ആൾക്കാർ, കഷ്ടപ്പെട്ട് പൈസ സമ്പാദിക്കുന്ന ആൾക്കാർ കുറച്ചൊക്കെ ആ പൈസയ്ക്ക് ഒരു മൂല്യം കൊടുക്കുക. ഇതുപോലെ പറ്റിക്കാൻ വേണ്ടിയിട്ട് നോക്കിയിരിക്കുന്നവരുടെ ഒന്നും മുമ്പിൽ കൊണ്ടുപോയി പൈസ കൊണ്ട് കളയാതെ ഇരിക്കുക. അപ്പൊ ഇയാൾ ഇനി എത്ര ന്യായീകരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും കുഞ്ഞാൻ പാണ്ടിക്കാട് എന്ന് പറയുന്ന ഈ ഒരു ഇൻഫ്ലുവൻസർ, ഈ യൂട്യൂബറാണ് ആദ്യം മുതൽ അവസാനം വരെ ആ ഒരു ലക്കി ഡ്രോയുടെ കൂടെ നിന്നത്. ലക്കി ഡ്രോയുടെ ആദ്യത്തെ നറുക്കെടുത്തതും ഇയാളാണ്. അതുകൊണ്ട് ഇയാളുടെ പേരിൽ കുറേ കേസുകളുണ്ട്. ഇയാളാണ് കൂടുതലും ആൾക്കാരെ പറ്റിച്ചത്. ഇനി ഇതിനകത്ത് വേറൊരാളുടെ പേര് എനിക്ക് പറഞ്ഞേ പറ്റത്തുള്ളൂ, കേൽബ്രോ ബിജു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള യൂട്യൂബറാണ്. ലോകം മുഴുവൻ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ആളുകളിൽ ഒരാളാണ് ഈ കേൽബ്രോ ബിജു എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ അയാൾക്ക് കുറേ ഉത്തരവാദിത്തമുണ്ട്, റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഇത്രയും ആൾക്കാർ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാകുമ്പോൾ അയാൾക്ക് കുറേയും കൂടി റെസ്പോൺസിബിലിറ്റി കൂടും. അയാളും ഇതിന്റെ പ്രൊമോഷൻ ചെയ്തിരുന്നു, ഇതിന്റെ പരസ്യം ചെയ്തിരുന്നു. ഇപ്പൊ പക്ഷേ വീഡിയോ ഒക്കെ മുക്കി കാണും, ആ വീഡിയോ ഒക്കെ ഡിലീറ്റ് ചെയ്ത് കാണും. ഇതിനകത്ത് ഇപ്പോൾ ഫേക്ക് ആണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ആ വീഡിയോ ഒക്കെ ഡിലീറ്റ് ചെയ്ത് കാണും. പക്ഷേ കുറച്ചൊക്കെ ഒരു മര്യാദ കാണിച്ചൂടെ? നിങ്ങളെപ്പോലെയുള്ളവരെ വളർത്തിക്കൊണ്ടുവന്നത് ജനങ്ങളാണ്. അപ്പൊ ആ ജനങ്ങളോട് കുറച്ചൊക്കെ ഒരു റെസ്പെക്ട് കാണിക്കുക, ബഹുമാനം കാണിക്കുക, മര്യാദ കാണിക്കുക. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതിനു ശേഷം അതിന്റെ പുറകിൽ എന്താണ് നടന്നത് എന്നെങ്കിലും ഒന്ന് അന്വേഷിച്ചിട്ട് വന്നൊരു റെസ്പോൺസ് തരാനുള്ള മര്യാദ പോലും പലരും കാണിക്കുന്നില്ല. ഇതിന് പ്രൊമോഷൻ കൊടുത്തിട്ടുള്ള പലരും കാണിക്കുന്നില്ല. പിന്നെ ഈ കുഞ്ഞാൻ പാണ്ടിക്കാട് എന്ന് പറഞ്ഞവൻ കുറെ റെസ്പോൺസ് തരുന്നുണ്ട്, പക്ഷേ ന്യായീകരണങ്ങൾ മാത്രമേ ഉള്ളൂ. ഇയാളൊന്നും അറിഞ്ഞിട്ടില്ല, ഇയാൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഞാൻ നറുക്കെടുപ്പ് മാത്രമാണ് നടത്തിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് സമ്മതിക്കാൻ പറ്റുമോ? ഇല്ല. ത്രൂ ഔട്ട് ആ ഒരു പരിപാടിയിൽ മുഴുവനായിട്ട് ഇയാൾ പങ്കെടുത്തിരുന്നു. അപ്പൊ അവിടെ നടന്ന തട്ടിപ്പൊക്കെ തന്നെ ഇയാളും കൂടി അറിഞ്ഞുകൊണ്ടാണ്. നമ്മൾ കുറെ വീഡിയോസിൽ കണ്ടതാണ്, ഇവരുടെ ആ നറുക്കെടുപ്പ് തന്നെ ശരിയായിട്ടല്ല. നമ്മൾ സാധാരണ നറുക്കെടുക്കുന്ന രീതിയിലേ ആയിരുന്നില്ല ഇവരൊന്നും നറുക്കെടുത്തത്. ഈ കുഞ്ഞാൻ പാണ്ടിക്കാട് ഫസ്റ്റ് നറുക്കെടുപ്പ് എടുത്തത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ കണ്ടതായിരിക്കും. ഇല്ല, മീൻ പിടിക്കാൻ പോകുന്നത് പോലെ മുങ്ങിത്തപ്പുവാണ്. നമ്മൾ ആരെങ്കിലും നറുക്കെടുക്കുന്നത് ഇങ്ങനെ മുങ്ങിത്തപ്പിയാണോ? എല്ലാം ഒന്ന് ഷഫിൾ ചെയ്തിട്ടിട്ട് ഫ്രണ്ടിൽ നിന്ന് അല്ലെങ്കിൽ ആദ്യം ആ കാണുന്നതിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം എടുക്കും, അങ്ങനെയാണ്. ഇയാളങ്ങ് മുങ്ങിത്തപ്പി താഴേന്ന് മീൻ പിടിച്ച് കൊണ്ടുവരുന്നത് പോലെയാണ് നറുക്കെടുത്തുകൊണ്ട് വന്നത്. എല്ലാ നറുക്കെടുപ്പും അങ്ങനെ തന്നെയായിരുന്നു. ഒരു ബുള്ളറ്റിന്റെ നറുക്കെടുപ്പുണ്ട്, അതിനകത്ത് വേറെ ചില രസകരമായിട്ടുള്ള നിമിഷങ്ങളും കൂടി നടന്നിട്ടുണ്ട്. ഞാൻ ആ വീഡിയോ ഒന്ന് കാണിച്ചു തരാം. ആരാണ് ബുള്ളറ്റ്? എന്താണ്? മസൂദ്. ഈ നമ്പർ കടിച്ചു നോക്കാണേ. സ്ഥലല്ലേ
അതെ നമ്പർ ലൈവിൽ ചോദിക്കൂ നമ്പർ. അല്ല നമ്പറിലേക്ക് അടിക്കണേ, നമ്പറിലേക്ക് അടിക്കണം, ലൈവിൽ ചോദിക്കുന്നുണ്ട്. കണ്ടില്ലേ, മസൂദ് എന്ന് പേര് വിളിച്ചപ്പോഴേക്കും അവിടെ നിന്ന് ആള് പറയുന്നു ഞാനാണ്. ഫുൾ നെയിമും അറിയണ്ട, ഒന്നും അറിയണ്ട. 8,000-ഓളം ടിക്കറ്റുകളുണ്ട് ആ ഒരു പെട്ടിക്കകത്ത്. 8,000-ഓളം ടിക്കറ്റുകളുണ്ട്. ആ 8,000-ഓളം ടിക്കറ്റുകളിൽ ഒരു മസൂദേ ഉള്ളൂ. ഏറ്റവും കൂടുതൽ ആ ഒരു ഏരിയയിലുള്ളത് മുസ്ലിങ്ങളാണ്. അപ്പൊ കുറെ മസൂദുമാർ അതിനകത്ത് കാണും. അപ്പോൾ അങ്ങനെ ഒരു പേര് വിളിച്ചപ്പോഴേക്കും ഇവനാണെന്ന് എങ്ങനെ അവന് മനസ്സിലായി? അതിനുശേഷമാണ് പിന്നീടാണ് ഫോൺ നമ്പറൊക്കെ വിളിച്ച് കൺഫേം ചെയ്യുന്നത്. ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കിക്കൂടെ തട്ടിപ്പാണെന്നുള്ളത്. ഇനി ഈ കുഞ്ഞാൻ പാണ്ടിക്കാട് നറുക്കെടുത്ത അതേ രീതിയിൽ തന്നെയാണ് അവിടെ ഉണ്ടായിരുന്ന ആ വണ്ടിയുടെ നറുക്കെടുപ്പ് നടന്നത്. അതും ഇതുപോലെ താഴേക്ക് കൈയിട്ട് ഇല്ല മുങ്ങി തപ്പിയെടുക്കത്തില്ലേ, ഇല്ല നിധികുംഭമൊക്കെ മുങ്ങി തപ്പിയെടുക്കുന്ന രീതിയിലാണ് ഇവർ നറുക്കെടുക്കുന്നത്. ആ വീഡിയോയും കൂടി ഞാനൊന്ന് കാണിച്ചു തരാം. ജിമ്മി ജിമ്മി ജാസിർ ബാംഗ്ലൂർ. ജാസിർ ബാംഗ്ലൂർ. ജാസിർ ബാംഗ്ലൂർ. ജാസിർ ബാംഗ്ലൂർ. കണ്ടില്ലേ, മുങ്ങിത്തപ്പുക. എനിക്കൊന്ന് ഇവരൊക്കെ ഈ മീൻ പിടിക്കുന്നതിനോട് സമാനമായിട്ടായിരിക്കും നറുക്കെടുക്കുന്നത്. അതെല്ലാം കൂടി ഷഫിൾ ചെയ്തിടുക, എല്ലാം കൂടി ഷഫിൾ ചെയ്തിട്ട് അതിന്റെ മുകളിൽ നിന്ന് ഒരെണ്ണം എടുക്കുക, എന്നിട്ട് വിളിച്ച് പറയുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത്രയും പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇത് താഴെ പോയി തപ്പി എല്ലാം ഇങ്ങനെ മുകളിലേക്ക് വാരി വാരി ഇട്ടിട്ട് കൈ ഇങ്ങനെ ഇല്ല ഡ്രില്ലൊക്കെ ചെയ്യുന്നത് പോലെ താഴേക്ക് കൊണ്ടുപോയി താഴെ നിന്ന് എടുക്കുന്നു. എന്റെ മുകളിലുള്ളവർക്കൊന്നും ഭാഗ്യം വേണ്ടേ? താഴെയുള്ളവർക്ക് മാത്രം മതിയോ ഭാഗ്യം? ഇതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇവരെ സംശയിക്കുന്നത്. മാത്രമല്ല, സമ്മാനം അടിച്ചവരല്ല അവരുടെയൊക്കെ അറിയാവുന്ന ആൾക്കാരും ആ ഒരു ഏരിയയിലുള്ള ആൾക്കാരും. ബാക്കി ടിക്കറ്റ് എടുത്തവരൊക്കെ എന്തോ മണ്ടന്മാരാണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അത്രയും ആൾക്കാരെ മാത്രം വെച്ചിട്ട് അങ്ങ് ചെയ്യണമായിരുന്നു. ലക്ഷക്കണക്കിന് രൂപ ഇവർക്ക് കിട്ടി. 1000 രൂപയുടെ ടിക്കറ്റ്. 8,000 പേരെ എടുത്തിട്ടുള്ളതെന്ന് ഇവർ പറയുന്നു. അതിൽ കൂടുതലൊക്കെ എടുത്തിട്ടുണ്ടാകും, നമുക്കറിയത്തില്ല. ഇവരെന്തായാലും കൃത്യമായിട്ടുള്ള കണക്കുകളൊന്നും തന്നെ നമ്മളുടെ മുമ്പിൽ പറയത്തില്ല. ഇതിനൊന്നും കൃത്യമായിട്ടുള്ള രേഖകളില്ല, കൃത്യമായിട്ടുള്ള കണക്കുകളില്ല, ഒന്നുമില്ല. ഇവരുടെയൊക്കെ ബാങ്ക് ബാലൻസ് ഒക്കെ പരിശോധിച്ചു കഴിഞ്ഞ് നമുക്കറിയാം. ഈ കുഞ്ഞാൻ പാണ്ടിക്കാടിന്റെയും ഈ നാസർ എന്ന് പറയുന്ന ആ വ്യക്തിയുടെയും അവരുടെയൊക്കെ ബാങ്കിലേക്ക് വന്നിട്ടുള്ള കണക്കുകൾ എത്ര ആണെന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം. പ്രമോഷൻ എന്നും പറഞ്ഞുകൊണ്ട് കാശും വാങ്ങി ജനങ്ങളെ പറ്റിക്കുന്ന കുറെ വൃത്തികെട്ട ഇൻഫ്ലുവൻസേഴ്സ്, ഉഡായിപ്പ് ഇൻഫ്ലുവൻസേഴ്സ്. സത്യത്തിൽ ഈ KL ബ്രോ ഒക്കെ ഇതിനകത്തുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഇവനൊന്നും വേറെ പണിയൊന്നുമില്ലേ? എനിക്ക് അറിയാൻ വയ്യാഞ്ഞിട്ട് ഞാൻ ചോദിക്കുകയാണ്. എന്തായാലും യൂട്യൂബിൽ നിന്ന് അത്യാവശ്യം വരുമാനം കിട്ടുന്നുണ്ട്. അതും പോരാഞ്ഞിട്ട് പൈസ വാങ്ങിച്ചിട്ട് ജനങ്ങളെ പറ്റിക്കുകയാണ്. ഈ അനാവശ്യമായിട്ടുള്ള പ്രമോഷനുകളും പരസ്യങ്ങളും ചെയ്യുന്ന ഇൻഫ്ലുവൻസേഴ്സിനെ വേണം ആദ്യം പിടിക്കാൻ. ജെന്യൂനിറ്റി ഒന്നും പരിശോധിക്കാതെ, ഹോണസ്റ്റ് ആണോ എങ്ങനെയാണ് എന്നൊന്നും പരിശോധിക്കാതെ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചേക്കുന്ന ഇൻഫ്ലുവൻസേഴ്സിനെ വേണം ആദ്യം അറസ്റ്റ് ചെയ്യാൻ. അവരെയൊക്കെ വേണം ആദ്യം അറസ്റ്റ് ചെയ്യാൻ. കാരണം ഇവരെ മുൻനിർത്തിയാണല്ലോ പലരും തട്ടിപ്പ് നടത്തുന്നത്. എന്തൊക്കെ ബ്രാൻഡ് പ്രൊമോഷനാണ് ഓരോരുത്തരും ചെയ്യുന്നത്. ഇപ്പൊ ബ്രാൻഡ് പ്രൊമോഷൻ ആണെന്നുണ്ടെങ്കിൽ ഞാൻ അത്രയും പറയത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്രാൻഡ് എന്ന് പറയുമ്പോൾ ആ ബ്രാൻഡിന് കൃത്യമായിട്ടുള്ള ഒരു ഇതുണ്ടായിരിക്കും. ആ ഒരു പ്രൊസീജിയറിനൊക്കെ അനുസരിച്ചിട്ടായിരിക്കും അവർ ചെയ്യുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഇപ്പോൾ ഒരു ക്രീം ആണെന്നുണ്ടെങ്കിലും അതൊരു ബ്രാൻഡിൻ്റെ അണ്ടറിലുള്ള ക്രീം ആണെന്നുണ്ടെങ്കിൽ അത് വാങ്ങിച്ചുപയോഗിക്കുന്ന കസ്റ്റമറിന് പരാതിപ്പെടാനും അവർക്ക് നഷ്ടപരിഹാരം കിട്ടാനും ഒക്കെയുള്ള മാർഗങ്ങളുണ്ട്. പക്ഷെ ഒരു പർട്ടിക്കുലർ വ്യക്തി ഇറക്കുന്ന ഇതാണെന്നുണ്ടെങ്കിൽ, ഒരു ബ്രാൻഡ് ഇല്ല, യാതൊരു രീതിയിലുള്ള ലൈസൻസും ഇല്ല, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നവരെ സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക. അവരുടെ ഒന്നും വലയിൽ പോയി വീഴാതെ ഇരിക്കുക. പിന്നെ ഇതുപോലെ ലോട്ടറി, ലക്കി ഡ്രോ എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി തിരിച്ചേക്കുന്ന ഇൻഫ്ലുവൻസേഴ്സിൻ്റെയും വലയിൽ ചെന്ന് വീഴാതെ ഇരിക്കുക. നമ്മുടെ കയ്യിൽ 1 രൂപയുള്ളെങ്കിലും ആ 1 രൂപയ്ക്ക് നമ്മൾ മൂല്യം കൊടുക്കണം. പണ്ടൊരു ചൊല്ലുണ്ടല്ലോ, ആറ്റിൽ കളഞ്ഞാലും അളന്ന് കളയണമെന്ന്. പണ്ടുള്ളവർ ഇതൊക്കെ പറയുന്നത് ചുമ്മാതെ അല്ല. നമ്മളുടെ കയ്യിൽ എത്ര ധനമുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ എത്ര രൂപ മറ്റൊരാൾക്ക് കൊടുക്കുന്നു, അതിപ്പോൾ ദാനമായിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ അളന്ന് മാത്രം കൊടുക്കുക എന്ന് പറയുന്നത് ചുമ്മാതെ അല്ല.
പണത്തിന് മൂല്യമുണ്ട്, നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നതല്ലേ. 1000 രൂപ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നിസ്സാര തുകയായിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കും. ഈ കുഞ്ഞാനെ പോലെയുള്ളവർക്ക് നിസ്സാര തുകയായിരിക്കും, വലിയ വലിയ ഇൻഫ്ലുവൻസേഴ്സിന് നിസ്സാര തുകയായിരിക്കും. പക്ഷെ സാധാരണക്കാർക്ക് അത് നിസ്സാര തുകയാണോ? അല്ല. 1000 രൂപയൊക്കെ ഉണ്ടാക്കാൻ എത്ര കഷ്ടപ്പെട്ടിട്ടാണ്, ഒരു ദിവസത്തെ പണി ചെയ്തിട്ടൊക്കെയാണ് ഓരോരുത്തർ 1000 രൂപ ഉണ്ടാക്കുന്നത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പെട്ട് വെയിലത്തും മഴയത്തും ഒക്കെ പണിയെടുത്തിട്ടായിരിക്കും ഓരോ വ്യക്തികൾ ഈ 1000 രൂപ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ 1000 രൂപയ്ക്ക് മൂല്യമില്ലേ? അപ്പോൾ ആ 1000 രൂപയ്ക്ക് മൂല്യം നമ്മൾ കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ, വില നമ്മൾ കൽപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ കയ്യിൽ നിന്ന് പൈസ പോകും. പിന്നെ എൻ്റെ കയ്യിൽ പൈസ ഇല്ലേ, എൻ്റെ കയ്യിൽ പൈസ ഇരിക്കുന്നില്ലേ എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല. അപ്പം കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയൊന്നും ഇതുപോലുള്ള വലയിലേക്കൊന്നും കൊണ്ടിടാതിരിക്കുക, കുഴിയിലേക്ക് അറിഞ്ഞുകൊണ്ട് ചാടാതിരിക്കുക. ഇപ്പൊ ഈ ഒരു ലക്കി ഡ്രോയിൽ പോയവരൊക്കെ തന്നെ അറിഞ്ഞുകൊണ്ട് ചെന്ന് പെട്ടവരാണ്. അവരൊക്കെ പണം പോയെങ്കിൽ കണക്കായിപ്പോയി, അതെനിക്ക് പറയാനുള്ളൂ. കണക്കായിപ്പോയി, കയ്യിലിരിപ്പ് നന്നാക്കണം. ഇതുപോലുള്ള നന്മയോളികൾ ചെയ്യുന്ന പ്രവർത്തികൾക്കൊന്നും പോയി കൂട്ടു നിൽക്കാതെ ഇരിക്കുക. ഈ സ്വയം നന്മമരമായിട്ട് ചമഞ്ഞു നിൽക്കുന്ന, സ്വയം നന്മയോളികളാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരുടെ ഒന്നും പുറകെ പോയി വെറുതെ പൈസ കൊണ്ട് കളയാതിരിക്കുക. നമുക്ക് നല്ലത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് അവസരങ്ങൾ ഈ സമൂഹത്ത് വേറെ ഉണ്ട്. അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു മാർഗം സ്വീകരിക്കുക, നല്ലത് ചെയ്യുക.